മിക്സർ ഗ്രൈൻഡർ ഉപയോഗിക്കുമ്പോൾ അതുപോലെ പുതിയത് വാങ്ങിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത്. ആദ്യം സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളൊരു കുറഞ്ഞ പ്രൈസിൽ ഏതെങ്കിലും ഒരു മിക്സി വാങ്ങിക്കുന്നതിന് പകരമായിട്ട് കുറച്ചുകൂടി നല്ലൊരു മിക്സി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 3500 രൂപ, 4000, 4500 ആ ഒരു ബഡ്ജറ്റിലുള്ള മിക്സി. ഞാൻ പറഞ്ഞത് MRP അല്ല, നിങ്ങൾ വാങ്ങിക്കുന്ന നെറ്റ് റേറ്റ് ഒരു 3500 രൂപ, 4000 രൂപ ആ റേഞ്ചിലുള്ള മിക്സി ആയിരിക്കും കുറച്ചുകൂടി കൂടുതൽ നല്ലത്. അപ്പോൾ ആ ഒരു പ്രൈസിങ്ങിലുള്ള മിക്സി ആകുമ്പോൾ അത്യാവശ്യം നല്ല വാട്ട്സ് ഉണ്ടാവും, അതിൻ്റെ RPM കൂടുതലുണ്ടാവും, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. മിക്സി എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ്. അത്യാവശ്യം എല്ലാ ദിവസവും നമുക്ക് അരയ്ക്കാനും പൊടിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഒരു നല്ല മിക്സി തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഒരു കുറഞ്ഞ പ്രൈസിൻ്റെ മിക്സി എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ഒരു ആവശ്യാനുസരണം. അപ്പോൾ നിങ്ങൾക്കൊരു ഹോസ്റ്റലിലേക്ക് ഉപയോഗിക്കാനാണ് അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കുറഞ്ഞ റേഞ്ചിൻ്റെ മിക്സി വാങ്ങിച്ചാൽ മതി. ഈ ഒരു മിക്സിക്ക് 4 ജാറുകളാണ് വരുന്നത്. ഇതിൽ ഏറ്റവും ചെറിയ ജാർ എന്ന് പറയുന്നത് ഈ ഒരു ജാറായിരിക്കും വരുന്നത്. നമുക്കിത് അരയ്ക്കാനും പൊടിക്കാനുമാണ് ഈ ഒരു ജാറ് യൂസ് ചെയ്യണത്. അരയ്ക്കാനും പറ്റും, പൊടിക്കാനും പറ്റും ഈ ഒരു ജാറിൽ. രണ്ടാമത്തെ തൊട്ട് മുകളിലുള്ള ജാർ എന്ന് പറയുന്നത് നമുക്ക് അരയ്ക്കാൻ മാത്രമായിട്ടുള്ള ജാറാണ്. അത് ഈ ഒരു ജാറായിരിക്കും വരുന്നത്. പിന്നെ മൂന്നാമത്തെ ജാറ് വരുന്നത് ഏറ്റവും വലിയ ജാറായിരിക്കും. അത് ജ്യൂസ് അടിക്കാനുള്ള ജാറാണ്, ജ്യൂസർ ജാറായിരിക്കും വരുന്നത്. ഇനി ഇതിൻ്റെ 4ാമത്തെ ജാറ് വരുന്നത് നമുക്ക് എക്സ്ട്രാക്ടർ എന്ന് പറയുന്ന ഈ ഒരു ജാറായിരിക്കും. നമുക്ക് തേങ്ങ ചിരണ്ടി ഇതിൻ്റെ ഉള്ളിലിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നീര് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ സാധിക്കും. ഓറഞ്ച് അങ്ങനെ കട്ടി കുറഞ്ഞത് നമുക്ക് ഇതിൽ വേണമെങ്കിൽ അടിക്കാൻ സാധിക്കും. ക്യാരറ്റും ബീറ്റ്റൂട്ട് അങ്ങനെയുള്ളത് നമുക്കിതിൽ അടിക്കാൻ പറ്റില്ല എന്ന് മാത്രം. ഇനി ഈ ഒരു അടപ്പ് മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫിൽറ്റർ മാറ്റി നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാ ഒരു ജ്യൂസർ ജാറായിട്ട് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. ജ്യൂസ് അടിക്കുന്ന ഒരു സാധാ ജാറായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഫിൽറ്റർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊണ്ട് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് അടിച്ചിട്ട് നീര് മാത്രമായിട്ട് എടുക്കാനും ഈ ഒരു ജാറ് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ജാറ് ഈ ഒരു മിക്സിയിലേക്ക് വെക്കുമ്പോൾ ജസ്റ്റ് ഈ ഒരു രീതിയിൽ മുകളിൽ വെച്ച് കൊടുക്കുക, അതിനുശേഷം തിരിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ ലോക്ക് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ മിക്സി ഉപയോഗിക്കാൻ പാടുള്ളൂ. നേരെ ഇറക്കി വെച്ചിട്ട് ഇത് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു കപ്ലർ പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടെന്നല്ല, അത് ഒടിഞ്ഞു പോകും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ രീതിയിൽ മിക്സി വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക. അത് ലോക്ക് ചെയ്തിട്ട് വേണം മിക്സി ഉപയോഗിക്കാനായിട്ട്. നിങ്ങൾ മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് ജാറിൽ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്പീഡ് ഒറ്റയടിക്ക് ഫുള്ളിലേക്ക് കൊടുക്കാണ്ട് ആദ്യം ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് അതിൻ്റെ ഇപ്പുറത്തേക്ക് ഒന്ന് തിരിച്ചു കൊടുക്കുക, ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ 2-3 പ്രാവശ്യം പൾസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ബ്ലേഡ് ഒന്ന് ഫ്രീ ആവും. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ടിട്ട് ഒറ്റയടിക്ക് ആ സ്പീഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലേഡ് ഒടിഞ്ഞു പോകാനും അല്ലെന്നുണ്ടെങ്കിൽ മോട്ടർ കംപ്ലൈൻ്റ് ആവാനൊക്കെ ചാൻസ് കൂടുതലായിരിക്കും. ഈ ഒരു ജാറിൻ്റെയൊക്കെ ഈ അടപ്പിൽ ആ ഒരു വാഷർ വരുന്നുണ്ട്. ഈ ഒരു വാഷറൊക്കെ നമുക്ക് ഊരി വാഷ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എപ്പോഴും ചെയ്യണം എന്നില്ല, ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലൊക്കെ ഇതൊന്ന് ക്ലീൻ ആക്കണം നല്ലതായിരിക്കും. ഇതിൻ്റെ ആ സൈഡിലൊക്കെ ആയിട്ട് അഴുക്കിരിപ്പുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വാഷറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതില്ലാണ്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല, നിസ്സാര പൈസ വരുള്ളൂ. നമ്മുടെ അടുത്തൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ അപ്പം തന്നെ നേരെ നിങ്ങൾ മിക്സിയിലിട്ട് അടിക്കാൻ പാടില്ല. കുറച്ച് നേരം പുറത്ത് വെച്ച് കൊടുക്കുക. അതൊന്ന് ആ ഒരു തണുപ്പൊക്കെ പോയതിന് ശേഷം മാത്രമേ നിങ്ങൾ മിക്സിയിലിട്ട് അടിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിന് നീര് കുറവായിരിക്കും. എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും, ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. മിക്സി നിങ്ങൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ജാറിൻ്റെ ആ ഒരു ബ്ലേഡിൻ്റെയൊക്കെ മൂർച്ച സ്വാഭാവികമായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഇതിലിടുക. എന്നിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലേഡിൻ്റെ കുറച്ചുകൂടി ആ ബ്ലേഡൊക്കെ ഒന്ന് ഷാർപ്പായി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ മുട്ടയുടെ തൊണ്ട് ഉണക്കിയിട്ട് ഇതിലിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബ്ലേഡ് കുറച്ചുകൂടി ഷാർപ്പായി കിട്ടും. എല്ലാവർക്കും മിക്സിയുടെ ജാറിൻ്റെ ആ ഒരു ബ്ലേഡ് ഒന്ന് ഊരിയിട്ട് വാഷ് ചെയ്യാന്ന് വെച്ചാൽ അത് ക്ലീൻ ആക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. പ്രായമായവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ചൂടുവെള്ളം എന്ന് വെച്ചാൽ ചെറു ചൂടുവെള്ളം മിക്സിയുടെ പകുതി ഒഴിക്കുക. ഈ ഒരു ജാറാണെങ്കിൽ ഇതിൻ്റെ പകുതി നിങ്ങൾ ചെറിയ ചൂടുവെള്ളം ഒഴിക്കുക. അതിനുശേഷം ഈ ഒരു മിക്സിയിൽ വെച്ചിട്ട് നിങ്ങൾ അടിച്ചു കൊടുക്കുക. കുറച്ച് നേരം നല്ല രീതിയിൽ അത് അടിച്ചു കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലേഡിൻ്റെ അടിവശത്തുള്ള അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടും. നിങ്ങൾ മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ജാറിൻ്റെ മുകളിൽ ഒരു കൈ വെച്ച് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് എത്ര ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര കൂടിയ മിക്സി എന്ന് പറഞ്ഞാലും ഈ രീതിയിലൊന്ന് കൈ വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു മോട്ടറിൻ്റെയൊക്കെ ലൈഫ് കൂടാൻ എപ്പോഴും നല്ലതായിരിക്കും. നിങ്ങളുടെ മിക്സിയുടെ കൂടെ ഇങ്ങനൊരു ബ്ലേഡ് നിങ്ങൾക്ക് കിട്ടും. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് കടയാനായിട്ടുള്ളതാണ്. നമ്മൾ ഈ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് തൈര് കടയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെണ്ണ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഉപയോഗത്തിന് വേണ്ടിയാണ് ഈ ഒരു ബ്ലേഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒട്ടുമിക്ക മിക്സികളുടെയും ഈ ഒരു ബ്ലേഡ് ഉണ്ടാവും. അതുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക, ഉപയോഗിക്കുക. എല്ലാ ജാറിൻ്റെ ലിഡിൻ്റെ മുകളിലും ഒരു ഹോള് കാണാൻ സാധിക്കും. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സി അടിക്കുന്ന സമയത്ത് മിക്സിയിൽ അത് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു എയർ പുറത്തോട്ട് പോകാനായിട്ടാണ് അത്തരത്തിൽ എല്ലാ ജാറിൻ്റെ മുകളിലും ഒരു ഹോള് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഹോള് അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് ഈ അടപ്പ് മാത്രമായിട്ട്
ഓവറായിട്ട് നേരെ പൊന്തി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുവഴി പുറത്തോട്ട് അതിൻ്റെ സാധനങ്ങൾ നമ്മൾ അടിക്കണം എന്താണ് അത് പുറത്തോട്ട് പോകും. അപ്പോൾ ഈ ഒരു ഹോള് അടഞ്ഞിരിപ്പുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ ആ ഹോള് ക്ലിയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ മുകളിൽ കൈ വെക്കണ സമയത്ത് മിക്സിയുടെ മുകളിൽ ഈ ഒരു മിക്സിയുടെ ജാറിൻ്റെ മുകളിൽ കൈ വെക്കണ സമയത്ത് ഈ ഹോള് അടയാത്ത രീതിയിൽ വേണം മിക്സി പിടിക്കാനായിട്ട്. അത് അടയണ രീതിയിൽ പിടിച്ചാലും ഈ ജാറിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ആ വെള്ളമൊക്കെ പുറത്തോട്ട് വരും. നിങ്ങൾ ജാറ് കഴുകുന്ന ടൈമിൽ ഇതിൻ്റെ അടിവശത്ത് അഴുക്കുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു അടിഭാഗം കഴുകിയാൽ മതി. അല്ലാണ്ട് ഇതിൻ്റെ അടിഭാഗം കഴുകേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ അഴുക്കിരിപ്പുണ്ട്, നിങ്ങൾ അടിവശം കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് മൊത്തം നല്ല രീതിയിൽ അത് തുടച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്ലറൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ അത് ഇറുന്ന് പോകാൻ കാരണമാകും. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലൊക്കെ ഈ ഒരു പൂപ്പൽ പോലെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് നിങ്ങൾ ഇത് വാഷ് ചെയ്യണമെങ്കിൽ ഇത് കഴുകിയിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയ തുണി വെച്ചിട്ട് ഇതിൻ്റെ അടിവശം നന്നായിട്ട് നിങ്ങൾ തുടച്ചു കൊടുക്കണം. നിങ്ങൾ മിക്സി വാങ്ങിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം അതിൻ്റെ കൂടെ കിട്ടും. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സിയുടെ ആ ഒരു ജാറിൻ്റെ ഉള്ള ഒരു ബ്ലേഡ് ഊരാനും അത് ക്ലീൻ ആക്കാനൊക്കെ വേണ്ടിയാണ് ഈ ഒരു സ്പാച്ചില വരുന്നത്. അതുപോലെ തന്നെ ജാറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വടിച്ചെടുക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ജാറിൻ്റെ ആ ഒരു ബ്ലേഡ് നിങ്ങൾ കൈ വെച്ചൊന്ന് കറക്കി കൊടുക്കുമ്പോൾ നല്ല ടൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്പാച്ചില വരുന്നുണ്ട്. ഈ ബ്ലേഡ് ഊരാനുള്ള ആ ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ബ്ലേഡ് ഊരിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും അതിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് കറക്കിയിട്ട് ആ ഒരു ബ്ലേഡ് ഫ്രീ ആക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് മിക്സിയുടെ ആ ഒരു ജാറ് ചൂടാവാനൊക്കെ അത് കാരണമാകും. നിങ്ങൾ മിക്സി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് മിക്സി ഓഫായി പോകണമെങ്കിൽ അതിനുള്ള ഒരു കാരണം അത് ഓവർലോഡായിട്ടായിരിക്കുള്ളൂ ഓഫായി പോണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ജാറ് ഊരിയിട്ട് അതിലെന്താണോ നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആ ഒരു വെയിറ്റ് കുറച്ച് കൊടുക്കുക, ആ ലോഡ് കുറച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മോട്ടറിൻ്റെ താഴെയായിട്ട് ഒരു ഓവർലോഡിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, അത് പ്രസ് ചെയ്ത് വിട്ടു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കുക. എന്നിട്ടും അത് മിക്സി വർക്ക് ആവണില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒന്നും കൂടി ആ ഒരു ഓവർലോഡിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് വിടുക. അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ മിക്സിയുടെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ പ്ലഗ് ഓഫ് ചെയ്തിടേണ്ടത് അതെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. അത് ഓഫ് ചെയ്തിടണം. വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ആ പ്ലഗ് ഊരിയിടുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ട് അത് ഊരിയിടുക. നമ്മൾ ഈ മിക്സിയിൽ മാത്രം ഓഫ് ചെയ്തിടാണ്ട് ആ പ്ലഗും കൂടി ഓഫ് ചെയ്തിടുക. എന്താണ് പറയണതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഒത്തിരി അപകടങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറയണത്. ഒരു മിക്സിയുടെ മോട്ടർ കംപ്ലൈൻ്റ് ആവാനുള്ള കൂടുതലായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോട്ടറിലേക്ക് വെള്ളം ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോട്ടർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും. അതുപോലെ ഓവർലോഡായിട്ട് ഇപ്പോൾ ജാറിൽ ഒത്തിരി ഓവർലോഡായിട്ട് കുത്തി നിറച്ച് നമ്മൾ എപ്പോഴും ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഫ്ലക്ച്വേഷൻ ഉള്ള സമയത്ത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉള്ള സമയത്ത് നമ്മൾ മിക്സി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും ഈ ഒരു മോട്ടർ കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നിങ്ങൾ മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് കരിഞ്ഞ സ്മെല്ല് അതേപോലെ പുക ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിലെ കാർബൺ ഉറയണയും കൊണ്ടാണ് അങ്ങനെ ആ ഒരു പുകയും ആ ഒരു സ്മെല്ലൊക്കെ വന്നത്. മിക്സി തീ പിടിക്കുമെന്നോ അല്ലെങ്കിൽ മോട്ടർ കംപ്ലൈൻ്റ് ആയതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിസ്സാര പൈസ കൊടുത്ത് നമുക്കതൊക്കെ ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഒരു മിക്സിയുടെ വാറണ്ടി വരുന്നത് 1 ഇയർ ഫുൾ വാറണ്ടി വരുന്ന മോഡലുണ്ട്, 2 ഇയർ ഫുൾ വാറണ്ടി വരുന്ന മോഡൽസ് ഉണ്ട്, അതുപോലെ 3 ഇയർ ഫുൾ വാറണ്ടി വരുന്ന മോഡൽസ് ഉണ്ട്. പല കമ്പനികൾക്കും അതിൻ്റെ വാറണ്ടി സ്കീം വരുന്നത് പലതായിരിക്കും. മോട്ടോർ വാറണ്ടി വരുന്നത് ഒട്ടുമിക്ക കമ്പനികളുടെയും 5 വർഷമായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 5 വർഷത്തിനുള്ളിൽ അതിൻ്റെ മോട്ടറൊക്കെ കംപ്ലൈൻ്റ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റിത്തരും. ഈ വാറണ്ടി കാർഡും നിങ്ങൾ ബില്ലും സൂക്ഷിച്ചു വെക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കൂ. മുമ്പൊക്കെ മിക്സിയുടെ ഉപയോഗം എന്ന് പറയുന്നത് അരയ്ക്കുക, പൊടിക്കുക, ജ്യൂസ് അടിക്കുക, അപ്പോൾ ഇത്തരം സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുതിയ മിക്സികളിൽ നമുക്ക് പച്ചക്കറി അരിയാൻ പറ്റും, അതുപോലെ മാവ് കുഴയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒത്തിരി സംവിധാനങ്ങളൂടി പുതിയ മോഡൽ മിക്സികളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്കത് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക.